കർണാടകയിൽ മണ്ണിടിച്ചിലിൽ കാണാതായിട്ടുള്ള മലയാളിയായ ലോറി ഡ്രൈവറിന്റെ ആ ഒരു വണ്ടി കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴും തീർച്ചയായിട്ടും അദ്ദേഹം ആരോഗ്യവാനാണോ, എന്താണ് അദ്ദേഹത്തിന്റെ കണ്ടീഷൻ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇപ്പോഴും അറിയില്ല. എന്തായാലും അർജുന്റെ വണ്ടിയാണ് കണ്ടെത്തിയിരിക്കുന്നതെന്ന് ഇപ്പോൾ ഏതാണ്ട് ഒഫീഷ്യലി തന്നെ നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഷിരൂരിലെ ഗംഗാവലിയിൽ നദിക്കടിയിൽ നിന്നിട്ടാണ് അർജുന്റെ ട്രക്ക് കണ്ടെത്തിയത്. ജില്ലാ പോലീസ് മേധാവി തന്നെ ഇക്കാര്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ട്രക്ക് നദിയിൽ നിന്ന് പുറത്തെടുക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കരയിൽ നിന്ന് ഏതാണ്ട് 40 മീറ്റർ അകലെയാണ് ട്രക്ക് ഉള്ളത് എന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. സ്ഥലത്ത് കനത്ത മഴയാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് മാധ്യമ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ കൂടി ഇവിടെ തെരച്ചിൽ ഇന്ന് നിർത്താൻ സാധ്യതയില്ല. രാത്രിയിലും തുടരാനുള്ള സാധ്യതയാണുള്ളത്. 3 ബോട്ടുകളിലായിട്ട് 18 പേരടങ്ങുന്ന സംഘമാണ്, അതായത് നാവിക സംഘമാണ് നദിയിലേക്ക് പോയത്. എന്തായാലും അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ട് ഇന്ന് 9 ദിവസം പിന്നിടുമ്പോഴാണ് നിർണായകമായിട്ടുള്ള ഒരു കണ്ടെത്തൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഗംഗാവലി നദിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം റഡാർ സിഗ്നൽ ലഭിച്ച അതേ സ്ഥലത്ത് നിന്നും ഇന്നലെ സോണാർ സിഗ്നൽ ലഭിച്ചിരുന്നു. ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നദിയിൽ നടത്തിയ തെരച്ചിലിലാണ് ഈ ഒരു ട്രക്ക് കണ്ടെത്താൻ സാധിച്ചത്. കഴിഞ്ഞ ജൂലൈ 8-നാണ് അർജുൻ ലോറിയിൽ പോകുന്നത്. ജൂലൈ 16-നാണ് കർണാടക ഗോവ അതിർത്തിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് പനവേൽ കന്യാകുമാരി ദേശീയപാതയിൽ ഈ ഒരു മലയിടിച്ചിലുണ്ടാവുകയും അദ്ദേഹം അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നത്. കരനാവികസേനകളും അതുപോലെ NDRF, അഗ്നിരക്ഷാസേന, പോലീസ് തുടങ്ങിയവരെല്ലാം രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു. കനത്ത മഴ പെയ്തുകൊണ്ടിരുന്നത് രക്ഷാപ്രവർത്തനത്തിന് ഒരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. പ്രതികൂല കാലാവസ്ഥയും അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ അർജുന്റെ ആ ഒരു ലോറി കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഇതിലെ ഉദ്യോഗസ്ഥരെയോ അല്ലെങ്കിൽ മിലിറ്ററിയോ നേവിയോ ഒന്നും കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഇത്തരം ദുരന്ത സമയങ്ങളിൽ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. മനുഷ്യന്റെ ടെക്നോളജി അത്രയും പരിമിതമാണ്. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ വാഹനം കണ്ടെത്തി എന്നുള്ളത് പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിൽ കൂടി അദ്ദേഹം ആരോഗ്യവാനായിട്ട് തിരിച്ചെത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. യാതൊരു കുഴപ്പവുമില്ലാതെ അദ്ദേഹത്തിന് എത്താൻ സാധിക്കട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ നമുക്ക് പറ്റുള്ളൂ. കാരണം 9 ദിവസത്തോളം ആയിരിക്കുകയാണ്. വെള്ളത്തിൽ നിന്നാണ് ലോറി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനിടയിൽ ഒരുപാട് പേര് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. കരയിൽ തന്നെ കാണും, മണ്ണ് മൂടി കിടക്കുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തെറ്റിദ്ധാരണകളും ഇതിനിടയിൽ ഉണ്ടായി. എന്തായാലും ഒടുവിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ലോറി കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്.